ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അതൊന്ന് തയ്യാറാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ പൊട്ടറ്റോ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നീളമുള്ള പൊട്ടറ്റോ ആണ് നല്ലത്. അപ്പോൾ നമ്മളതുപോലെ കുറച്ച് നീളമുള്ള പൊട്ടറ്റോ നോക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം തീരെ ഒരു മീഡിയം സൈസ് കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തു. ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ വെള്ളമയമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടവലിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ, അതായത് ചെറുതായിട്ടൊന്ന് ഒരു തിളയ്ക്ക് നമ്മളതൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഉപ്പിട്ട്. അതാണ് നമ്മൾ ഇപ്പോൾ ഈ തിളച്ച് വന്നിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പൊട്ടറ്റോ എല്ലാം ഫസ്റ്റ് ബാച്ച്, ഇത് 2 ബാച്ച് ഇടാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം കുറച്ചെടുത്ത് ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നമ്മളതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു നല്ല ഒരു കിരികിരാന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിത് എണ്ണയിൽ നിന്നും മാറ്റി ഒരു ടവലിലേക്ക് എടുത്ത് വെക്കുക. ഇത് പിന്നെ രണ്ടാമത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ഇട്ട പൊട്ടറ്റോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ ഒരു ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ കിരികിരാന്നൊരു സൗണ്ട് എത്തുന്ന സമയത്ത് നമ്മൾ അതും കോരിയെടുത്ത്, അങ്ങനെ നമ്മൾ രണ്ടും എടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് ഒന്നും കൂടെ ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കോരി വെച്ചിരിക്കുന്ന ഫ്രൈസ് എല്ലാം ഒന്നും കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് നന്നായിട്ടൊന്നത് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഫ്രൈസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് എണ്ണയിൽ നിന്ന് നമ്മൾ കോരി എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസുമായിട്ട് കഴിക്കാനായിട്ട് മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഇതെല്ലാം. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. അപ്പം നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ടാറ്റാ, ബൈ.